ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ദുർഗിലെ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ല എന്ന BJP കേരള ഘടകത്തിന്റെ വാദം തള്ളുന്നതാണ് ഉത്തരവ്. മതപരിവർത്തനത്തിനെതിരെയുള്ള വകുപ്പ് ചുമത്തിയത് അധികാരപരിധിയിൽ വരില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ദുർഗ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ചത്. ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിക്കാനാണ് കോടതി ഉത്തരവ്. കന്യാസ്ത്രീകൾക്കെതിരായ ബജ്രംഗ് ദൾ വാദത്തെ പിന്തുണച്ചായിരുന്നു കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തില്ലെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ വാദം തള്ളുന്നതാണ് കോടതി ഉത്തരവ്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോർട്ട്, NIAയുടെ സ്പെഷ്യൽ കോർട്ട്, അതും സെഷൻ കോടതിയാണ്, അവിടെ നിന്നാണ് ജാമ്യാപേക്ഷ നേടേണ്ടത് എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ജാമ്യാപേക്ഷ അങ്ങോട്ട് മാറുകയാണ്. ഉത്തരവിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. BJPയുടെ ഇരട്ടത്താപ്പാണ് ഉത്തരവിലൂടെ വ്യക്തമായതെന്നാണ് വിമർശനം. ഉടൻ NIA കോടതിയെ സമീപിക്കുമെന്ന് CBCI അറിയിച്ചു. അതേസമയം കന്യാസ്ത്രീകളുടെ ആരോഗ്യനില മോശമെന്നും വെറും നിലത്താണ് ജയിലിൽ കഴിയുന്നതെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു. ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. കഴിഞ്ഞ 6 ദിവസമായി ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് കന്യാസ്ത്രീകൾ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ, 24.